നമസ്കാരം. ഇത് ഞരമ്പോടൽ എന്ന് പറഞ്ഞ ഒരു വള്ളി ചെടിയാണ്. വലിയ ഉയരത്തിൽ വലിയ മരങ്ങളിലൊക്കെ കയറി വളരെ വിസ്തൃതിയിൽ അതങ്ങ് പടർന്നു കയറാൻ വിട്ടാൽ ഒരാൾ പൊക്കത്തിലോ അല്ലെങ്കിൽ അതിൽ താഴെയോ കുറ്റിച്ചെടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് വീട്ടുമുറ്റത്ത് വളർത്താവുന്നതേ ഉള്ളൂ. ഇത് പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ, അതായത് ഇപ്പം നമ്മൾ വെർട്ടിഗോ, വെരിക്കോസ് വെയിൻ എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾക്ക് ഇത് ഒറ്റമൂലിയായിട്ട് പ്രയോഗിക്കാം. പിന്നെ ഡയബറ്റിസിന്, ഈവൻ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ള കണ്ടീഷൻ ആയെങ്കിൽ പോലും ന്യൂറോൺസിനെ കൺട്രോൾ ചെയ്യാൻ, ഞരമ്പെന്ന് പറയുന്നെങ്കിലും ന്യൂറോൺസിനെ കൺട്രോൾ ചെയ്യാൻ, ശരീരത്തിലെ വൈദ്യുത പ്രവാഹത്തെ കൺട്രോൾ ചെയ്യാൻ വളരെ ശേഷിയുള്ള ഒരു ഇലയാണിത്. ഇത് പ്രിപ്പറേഷൻസൊക്കെ, ആയുർവേദ പ്രിപ്പറേഷൻസൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പാരമ്പര്യ വൈദ്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചില പ്രയോഗങ്ങൾ പറയാം. കാരണം ഇപ്പോഴത്തെ ആയുർവേദ മെഡിസിൻസ് ഫോർമുലേഷൻസ് പലതും നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് സ്ഥിരമായിട്ടൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒരുപാട് പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്ത് വരുന്നത് കൊണ്ട് പലതിലും, എല്ലാത്തിലും ഒന്നുമല്ല, എല്ലാം പറയുന്ന അടച്ചാക്ഷേപിക്കുകയല്ല ആയുർവേദത്തെ, പക്ഷേ പലതിലും അരിഷ്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ചും പ്രിസർവേറ്റീവ്സ്, കഷായം കോൺസെൻട്രേറ്റ് ആയിട്ട് കിട്ടുന്ന, നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കഷായങ്ങളിലും പ്രിസർവേറ്റീവ്സ് ചേർത്ത് തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ അത് ചീത്തയായി പോകുന്നത് കൊണ്ട് അത് തുടർച്ചയായിട്ട് കഴിച്ചാൽ രോഗശമനമൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ വേറെ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. കിഡ്നി, ലിവറിനൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തുടർച്ചയായിട്ട് കഴിച്ചാൽ. ആയുർവേദത്തിൻ്റെ എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെയാണ് പറയുന്നത്. പക്ഷേ പാരമ്പര്യ വിധിപ്രകാരം, ഏത് പ്രകാരത്തിൽ മുമ്പ് വിധിച്ച പ്രകാരം ആണല്ലോ ആയുർവേദ വിധി എന്ന് പറയുന്നത്. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള മരുന്നുകൾ ഇപ്പോൾ കിട്ടുന്നില്ല. അഥവാ അതുപോലെ തയ്യാർ ചെയ്താൽ തന്നെ അത് ഇപ്പം വളരെ കൊമേഴ്ഷ്യലായി പോയതുകൊണ്ട്, ആയുർവേദം വളരെ കൊമേഴ്ഷ്യലായി പോയതുകൊണ്ട് തന്നെ അതിനെ പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്തിട്ട് തന്നെയാണ് അരിഷ്ടങ്ങളും കഷായങ്ങളും ഒക്കെ പലതും വരുന്നത്. എന്ന് വിചാരിച്ച ആയുർവേദക്കാരൊന്നും എന്നോട് ദയവായിട്ട് ഡോക്ടർമാരോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടൊന്നും അല്ല ഈ പറയുന്നത്. അതതിൻ്റെ സത്യമാണ്. കാരണം കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസായിട്ട് മാറിക്കഴിഞ്ഞു മരുന്നിൻ്റെ വിൽപ്പനയും മാർക്കറ്റിങ്ങും ഒക്കെ. അത് ചേർക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട്, കാരണം അത് ആയുർവേദ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടായ സൈഡ് എഫക്റ്റുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. ഇത് വളരെ ബേസിക്കായിട്ടുള്ള ചില പ്രയോഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഞരമ്പോടൽ എന്ന് പറഞ്ഞ മരുന്ന് വളരെ അപൂർവമാണ്. ഇത് കാടുകളിലൊക്കെ കാണുന്നുള്ളൂ. ഇപ്പം വല്ല പാരമ്പര്യ വൈദ്യന്മാരുടെയൊക്കെ വളപ്പുകളിലോ അല്ലെങ്കിൽ വൈദ്യശാലകളൊക്കെ വലിയ ഔഷധത്തോട്ടങ്ങൾ നടത്തുന്നിടത്തോ ഒക്കെ മാത്രമേ ഇത് കാണാനുള്ളൂ. എങ്കിലും നമ്മുടെ സർപ്പക്കാവുകളിലൊക്കെ പൊതുവെ ഇപ്പോൾ കാണാറുണ്ട്, കാവുകളിൽ ഉണ്ട്. ഇത് തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഇല എടുത്താൽ ഇത് കയ്യിലിട്ട് നല്ലോണം ഒന്ന് ഞെരടി, എത്ര ഞെരടിയാലും കുറേ പ്രാവശ്യം ഇങ്ങനെ ഞെരടിക്കഴിഞ്ഞാൽ, കുറേ നേരം നമ്മൾ ഞെരടിക്കഴിഞ്ഞാലും എത്രയായാലും ഇതിൻ്റെ ഞരമ്പുകൾ, ഇത് നോക്കൂ, എത്ര ശക്തിയിൽ നമ്മൾ അതിനെ മർദ്ദിച്ച് അവശമാക്കിയാലും ഇതിൻ്റെ ഞരമ്പുകൾക്ക് യാതൊരു ഭംഗവും വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞരമ്പുകൾക്ക് ബലം, നെർവ്സിന് ബലം കൊടുക്കാൻ ഇത് ഉപയോഗിക്കുന്നത് അടിസ്ഥാനപരമായിട്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് തിരിച്ചറിയുന്നത് നമ്മൾ ഓടപ്പഴം പോലെ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ട് കേൾക്കുന്ന ഓടപ്പഴം ഉണ്ടാകുന്ന ആ ഓടലല്ല, അതിനെയും ഓടൽ എന്ന് തന്നെയാണ് പറയുന്നത്, വള്ളി ഓടൽ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതും. പക്ഷെ ആ ഓടലല്ല ഇത് ഞരമ്പോടൽ എന്ന് പറയുന്നത്. അത് വേറെ ഉപയോഗമാണ്, അത് നമുക്ക് പിന്നീട് കാണാം. ഇതിൻ്റെ ഉപയോഗങ്ങൾ ഇപ്പോൾ പറയാം. ഇത് വെർട്ടിഗോ, വെരിക്കോസ് വെയിൻ, ഡയബറ്റിക് കണ്ടീഷൻ, മറ്റ് ന്യൂറോപ്പതിക് ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, കണ്ടക്ഷൻ കുറഞ്ഞ അവസരങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഒരു 2 ഇലയുടെ ജ്യൂസ്, 2 or 3 ഇലയുടെ, ആളുടെ ആ ശേഷി അനുസരിച്ച് 2 or 3 ഇലയുടെ ചതച്ച് പിഴിഞ്ഞ ജ്യൂസ് തേൻ ചേർത്തോ അല്ലാതെയോ കഴിക്കാം. ഡയബറ്റീസ് പെട്ടെന്ന്, പ്രമേഹം പെട്ടെന്ന് കൺട്രോളാകും ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്ന് വിചാരിച്ച് അറിവുള്ളവരുടെ നിർദ്ദേശമില്ലാതെ ഇതൊന്നും കഴിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കരുതാരും. പിന്നെ ഇത് ഉള്ളിൽ കഴിക്കാവുന്നത് അങ്ങനെയാണ്. എല്ലാ ന്യൂറോ കണ്ടക്ഷൻ പ്രശ്നങ്ങൾക്കും ഇത് ഉത്തമ ഔഷധമാണ്. കാരണം ഒരു അപകടം പറ്റി ഡോക്ടർമാർ നടക്കില്ല എന്ന് വിധി എഴുതിയ ഒരാളുടെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. അദ്ദേഹം 1 മാസത്തോളം ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഡയബറ്റീസും
അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആ ഒരു ബലഹീനത മാറി നടക്കില്ല എന്ന് പറഞ്ഞ ആൾ നടക്കാൻ തുടങ്ങിയ ഒരു കേസ് അടുത്തറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത് വ്യക്തമായിട്ട് പറയുന്നത്. പിന്നെ ഇത് പുറമേ ഉപയോഗിക്കാവുന്നത് ഇതിട്ട് സൂര്യപാകം ചെയ്ത എണ്ണ, അതായത് ഇത് കൈ കൊണ്ട് ഒരു പിടി ഇതെടുത്ത് കഴിഞ്ഞ് 10-15 ഇല കൈ കൊണ്ടെടുത്ത് കത്തി തൊടാതെ നുള്ളിപ്പറിച്ച് വെളിച്ചെണ്ണയിലിട്ട് ഒരു 1/4 കിലോ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇത് 7 ദിവസം വെയിലത്ത് 2-3 ദിവസം വെക്കുമ്പോൾ തന്നെ നല്ല ഒരു നിറം മണവും എണ്ണയ്ക്ക് വരും. ആ എണ്ണയിൽ എടുത്തിട്ട് അല്പം പച്ചക്കർപ്പൂരം, അതായത് വൈദ്യശാലകളിലെ അങ്ങാടിക്കടകളിൽ പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ക്യാംഫർ ഉണ്ട്. ആ ഓർഗാനിക് ക്യാംഫറും അല്പം ചേർത്ത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെർട്ടിഗോ ഉള്ളവർക്കും വെരിക്കോസ് വെയിൻ വെയിനിൽ അത് നന്നായി തടവി 1/2 മണിക്കൂറോ 15 മിനിറ്റോ നന്നായി തടവി വെച്ച് കഴിഞ്ഞതിന് ശേഷം കുളിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അത് പുരട്ടി ഇട്ട് കിടക്കുകയോ ചെയ്യാം. വെർട്ടിഗോ ഉള്ളവർക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. തലയിലും ചെവിയിലും കഴുത്തിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ എണ്ണ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഉള്ളിൽ കഴിക്കുന്നത് അറിവുള്ളവരുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം ഉള്ളിൽ കഴിക്കുക. എന്തായാലും ഇത് ഒന്ന് തിരിച്ചറിയാനും ഇതിൻ്റെ ഉപയോഗത്തിനും ഈ ഇല കണ്ട് മനസ്സിലാക്കാനും ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.